ഇത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. വളരെ പഴയതെന്ന് പറഞ്ഞാൽ വളരെ പഴയത്. മുകളിൽ ആ കല്ലിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. ഫൂൾ സാഗർ എന്നാണ് പറയുന്നത്. രാജസ്ഥാനിൽ ഞാൻ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ മുഴുവൻ ഈ സ്ഥലത്തും ഇതുപോലത്തെ കൊട്ടാരങ്ങളാണുള്ളത്. ഇതെല്ലാം തകർന്ന് തരിപ്പണമാകാനായിട്ട് പോവുകയാണ്. നമുക്ക് എന്നാ രസമാണെന്ന് അറിയാം. ഇതാ ഇതിലെ ഇങ്ങനെ കയറി മലയുടെ മണ്ട കയറിയിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം. ഇത് മലയുടെ മണ്ടയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ വളരെ വിഷമിച്ച് എൻ്റെ അമ്മ കയറി നിങ്ങളിതാ ഫൂൾ സാഗർ കൊട്ടാരം കാണിക്കാനായിട്ട്. ഇത് വളരെ പണ്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. ഉണ്ടോ? ഇതാണ് ഫൂൾ സാഗർ കൊട്ടാരം. ഇവിടെ രാജ്ഞിയും രാജാക്കന്മാരും ഒക്കെ ഈ ഫോറസ്റ്റിൻ്റെ നടുക്ക് എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് എല്ലാ വശങ്ങളും ചുറ്റിലും വനം, അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഫൂൾ സാഗർ. ഉണ്ടോ? ഞങ്ങൾ ഈ മലയുടെ മണ്ടയിൽ കയറിയിട്ട് കുറച്ചുകൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടോ? അതെല്ലാം കല്ലുകളാണ്. കല്ലുകളാണ്. എന്താ രസം നോക്കി, എന്തൊരു രസമാണ്. കയറി പോന്നെ ഇത് സത്യം പറയടാ. എന്താ പിന്നെ തകരയില പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതും നിങ്ങളെ കാണിച്ചു. രാജസ്ഥാനിലെ ഫൂൾ സാഗർ ബൂന്തിയിലാണിത്. ഇവിടെ ഒരു നിന്നിട്ട് വാചകം അടിക്കുന്നു. ഇവിടെ വലിയ കുളമുണ്ട് അതിൻ്റെ നടുക്കായിട്ട്. എന്താ ദൈവമേ, ഇങ്ങനെ കയറി പോണം. എന്തായാലും എന്താ സാറ് വളരെ കഷ്ടിച്ച് വിഷമിച്ച് കയറി വരും. അവിടെ കുളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നോക്ക് ഫൂൾ സാഗറാണ്. കണ്ടോ? ഒരു ബൂന്തിയിലെ ഒരു പഴയ കൊട്ടാരം ഫൂൾ സാഗർ. അതിൻ്റെ മണ്ടയിൽ നല്ലൊരു മയിലിരിപ്പുണ്ട്. ആ കൊട്ടാരത്തിന് കൊണ്ട് മയിലിവിടെ സാധാരണയാണ്. ഉണ്ടോ? അതിൻ്റെ താഴെ വഴി ഇങ്ങനെ ചെറിയൊരു റോഡുണ്ട്. കുളം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മുഴുവൻ വെള്ളമാണ്. നദി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് ഫൂൾ സാഗർ. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഫൂൾ സാഗർ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ ആ സ്ഥാനം. ഇതിപ്പം ബൂന്തിയിൽ തന്നെ 3 കൊട്ടാരമുണ്ട്. ഇത് ഫൂൾ സാഗർ. ഇത് ഞാൻ 1-2 പ്രാവശ്യം കഷ്ടി വന്നിട്ടുള്ളൂ കാണാനായിട്ട്. ഇത് ഈ ഫോറസ്റ്റിൻ്റെ നടുക്കായതുകൊണ്ട് വഴി വളരെ ദുർഘടമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരവ് വളരെ കുറവാണ്. വളരെ ഇതായിട്ട് കണ്ടോ? എന്തൊരു രസമാണ് നോക്കിയാൽ. കുന്നും ചുറ്റി മലന്ന് ഇങ്ങനെ കിടക്കും. കാല് തെറ്റിയാൽ നിലത്ത് പോകും. മുകളിലേക്കെല്ലാം നോക്കിയാൽ ഒരു കല്ലുകൾ. എന്തെങ്കിലും ബൂന്തിയിൽ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ ഫൂൾ സാഗർ കാണാൻ മറക്കരുത്. അതാണ് ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ. ഇപ്പോൾ എന്നാ രസമാണെന്നറിയാം ഈ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. ഓക്കെ, ഞങ്ങൾ മുന്നോട്ട് പോവാം. അവിടെ ആ നദിയുടെ അവിടെ ഒരു വലിയ മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം, അതുകൂടെ ഒന്ന് കാണിക്കാം നിങ്ങളെ. ഓക്കെ. ये बहुत पुरानी है क्या? हाँ, बहुत पुरानी। दरबार कौन रहे सर? अच्छा। देखो अभी ये खाली पड़ा है, कोई नहीं रहता है। चौकीदार रहता है अलवर का। अभी अलवर का अंडर में ही क्या?
अच्छा अंदर जा सकते हैं, इधर से अंदर जा सकता है? नहीं जा अलाउ नहीं। सर हो गया। नमस्कार नमस्कार। देखो कितना सुंदर लगता है। हाँ अच्छा है। अभी बोल रहा था आप बिगड़ गए पूरा जंगल जंगल के बीच में। अब इधर रहता है पास में जमीन है। पास में जमीन है। अच्छा आप कहाँ रहता है? बूंदी में? बोरकंडी गाँव है। अच्छा बोरकंडी गाँव। अच्छा ये गाँव का रास्ता है क्या? ये गाँव का रास्ता। हाँ ओके ओके। अब हाँ मैं पहले नहीं था। अच्छा अच्छा अब पहले नहीं था ये वाला? दरबार के ज़माने में अपने लिए नहीं था, पब्लिक के लिए। अच्छा अच्छा पब्लिक के लिए नहीं था। अच्छा पब्लिक के लिए नहीं था, अभी पब्लिक के लिए? अब पब्लिक के लिए। हाँ ओके ओके। देखो कितना सुंदर लगता है वो पूरा जगह। सुपर है। मिलिट्री हुआ करते थे पुलिस वाले। हाँ इधर इधर सबसे चौकसी हुआ करती थी दिन रात। अच्छा दिन रात है? अभी तो नहीं है कोई भी अभी नहीं? इसी जमाने की बात है जब हाँ, महाराजा अच्छा, मिलिट्री वो राजा का काल कर्नल थे वो। हाँ बहादुर सिंह। अच्छा बहादुर सिंह जी। ओके अभी ये किसके अंडर में? अभी सर वो तो मर गए। हाँ अब इनमें 2-3 ग्रुप हो गए। अच्छा अच्छा अच्छा। वो जिसके नाम करके गए थे अविनाश चांदना था। हाँ तो उनको इन्होंने इनकार कर दिया। अच्छा। उनके कागजात को फर्जी बता दिया। अच्छा 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 ओके ओके। और इनमें राजपूत ग्रुप भी है। हाँ और फिर नए महाराजा साहब भी बने जिनके महाराजा साहब की उपाधि बनी थी हाँ हाँ वंशवर्धन जी। हाँ ओके ओके ओके। हाँ तो केस चल रहा वो है डिस्प्यूट में? डिस्प्यूट में। अच्छा अच्छा ओके भाई सर थैंक यू ओके सर। ओके ओके बाय। മുഴുവൻ ഇപ്പോൾ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ആട് മേയ്ക്കുന്ന ഒരു സ്ഥലമായിട്ട് ഉണ്ടോ? മുഴുവൻ ഇങ്ങനെ ദീവാറുണ്ട്, അത് കെട്ടി ഇങ്ങനെ ഇതിലേക്കാണ്. എല്ലായിടം പൊട്ടിയിട്ടൊക്കെയാണ് മുഖാരി കണ്ടോ. ഇതിൻ്റെ എല്ലാം മല ഈ ഫോറസ്റ്റിൻ്റെ നടുക്കൂടാണ് ഇത് പോകുന്നത് ഉണ്ടോ. ഇങ്ങനെ പോവുകയാണ്. റോഡ് മുഴുവൻ പോയി മഴ കാരണം. നിങ്ങളെ ബൂന്തിയിലെ രാജകൊട്ടാരത്തിൻ്റെ ഫുൾ ഫയർ കാണിക്കാനായിട്ട് ഞായറാഴ്ച ഓക്കെ രസം വെള്ളം കിടക്കുന്നുണ്ട്. വെള്ളം ഇതതിൻ്റെ ഒരു വേറൊരു വശം. എല്ലാം ഫോറസ്റ്റിലാണ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കാണാം വെള്ളം ഇങ്ങനെ കിടക്കും. വെള്ളം ഇതിനെയും പറ്റത്തേ ഇല്ല. ഇതേപോലെ ഇനി ഒരു 3-4 വർഷം ഈ വെള്ളം ഇങ്ങനെ. ഇതാണ് ഈ ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മഴ പെയ്തു അത് വെള്ളം ഒറ്റ പോക്കാണ് അറബിക്കടലിൽ ചെന്നു. പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത ചൂട്. കണ്ടോ ഇവിടെ നോക്കി എന്ത് രസമാണ്. അങ്ങനെ ഗജഗംഭീരന്മാർ കയറി വരും. ഇവിടെ എല്ലാം പാറയിൽ ഈ രാജകൊട്ടാരത്തിൻ്റെ വശങ്ങളാണ്. ഉണ്ടോ എന്ത് രസമാണ് ആ കല്ലുകളും ഇതൊക്കെ കാണാനായിട്ട്. ഭയങ്കര ഫോറസ്റ്റിൻ്റെ നാട്ടിൽ. അപ്പോൾ ഇന്ന് ഇത് പറിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ തകര പറിക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഇത് കിടക്കുന്നുണ്ട്. ഉഷ് ഇതാണ് അങ്ങോട്ട് നോക്കിക്കോളൂ വെള്ളം കിടക്കുന്നത്. നാട്ടിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ നടക്ക് ജീവിക്കുന്നുണ്ട്, ഇവിടെ വെള്ളമൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഷോക്കാണ്. പകുതി 99% ആൾക്കാർക്ക് നീന്തറിയത്തില്ല. ഇതാ ഇവിടുന്ന് താഴോട്ട് ചാടി വീണ പരമാർത്ഥമാണെങ്കിൽ അവർക്ക് നീന്തറിയാതെ മുങ്ങിപ്പോവും. ഭയങ്കര ആഴമുണ്ട് ഇവിടെ, ഭയങ്കര ആഴം. ഇഷ്ടംപോലെ മീനും ഉണ്ട്, ഇഷ്ടംപോലെ മീനും. അങ്ങനെ നോക്കിയത് കിടക്കുന്ന നോക്കി എന്തേരം ദൂരം, എത്ര കിലോമീറ്റർ ദൂരത്തിലാണ്. അവിടെ അതിൻ്റെ മുകളിൽ ജയ്പൂർ റോഡുണ്ട്, ജയ്പൂരിന് പോകുന്ന ഹൈവേ. ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ കിലോമീറ്റർ കണക്കിന്. നമ്മൾ കടൽ പോലെ. ഇതാണ് പറയുന്നത് ഇവിടെ രാജസ്ഥാൻ മരുഭൂമിയാണ്. പറഞ്ഞിട്ട് കഥയില്ല, ഞാനും പഠിച്ച രാജസ്ഥാൻ മരുഭൂമിയായിരുന്നു എന്നാണ് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൽ. രാജസ്ഥാൻ മരുഭൂമി. കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, എൻ്റെ സ്നേഹ ബഹുമാനപ്പെട്ട
ഗുരുജനങ്ങൾ, മാതാപിതാക്കന്മാരെ രാജസ്ഥാൻ വന്നു കാണണം. അപ്പോൾ മനസ്സിലാവും ഇത് മരുഭൂമിയല്ല, ഒരു സ്വർഗസുന്ദരമായ രാജ്യമാണ്. ഏത് സാധനം ഈ മണ്ണിലിട്ടാൽ മതി, അതവിടെ കിട്ടും. അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. നീൽഗായ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ നീൽഗായ് എന്ന് പറയും. മലാനോ എന്താണോ നമ്മുടെ നാട്ടിൽ പറയുന്നത്? മലാനാണോ? ഇതാ പിന്നെ പെണ്ണാണ്, ആണും പെണ്ണും ഉണ്ട്.